എന്നെ പെറ്റതിന് വേണ്ടി ഞാൻ എൻ്റെ അമ്മയെ കൊന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് 25 വയസ്സുകാരനായ ആഷിഖ് പോലീസിനോട് പറഞ്ഞത്. സംഭവിച്ചത് കാലിക്കറ്റില്ല, കേരളത്താ, ഗോഡ്സ് ഓൺ കൺട്രി. ഇന്ന് നീ കേരളത്തിൽ എവിടെയായിരുന്നാലും 15 മിനിറ്റിനകം നിനക്ക് ഡ്രഗ്സ് കിട്ടും. അവൈലബിൾ ആണ്, ഡെലിവറി ഷുവർ ആണ്. എന്താണെന്നറിയാവൂ, 1500 ബ്ലാക്ക് സ്പോട്ട് എന്ന് കേരളത്തിൽ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1500 സ്കൂളുകളിൽ നിന്ന് വരെ ഡ്രഗ്സ് കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരാ, 75,000 കുഞ്ഞു പിള്ളേർ, 10-നും 17 വയസ്സിനും ഇടയ്ക്കുള്ള പിള്ളേർ ഡ്രഗ്സിന് നിന്ന് അഡിക്റ്റഡാണ്. 1970 അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടമാണ് ഇന്ന് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അറിയാണ്ട് പേപ്പർ തുറന്നു നോക്കിയപ്പോൾ കേരളം ഒന്നാമത്. സന്തോഷിച്ചു പോയി. എന്താണെന്നറിയാവോ, 100% അല്ല, 200% അല്ല, 330% അധികം പഞ്ചാബായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 9,734 കേസാണ് പഞ്ചാബിൽ നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശരിക്കും ഇന്ന് കേരളത്തിൽ മൊത്തം 24,517 കേസ്. ഈ കണക്ക് ശരിക്കും ഞാൻ പറഞ്ഞതല്ല, നാർക്കോട്ടിക് ഡ്രഗ്സ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഇൻ 2024 പുറത്തിറക്കിയതാണ്. അവർ പറയുന്നതനുസരിച്ച് ഇന്ന് കേരളത്തിൽ കിട്ടാത്ത ഡ്രഗ്സുകൾ ഇല്ലാന്ന. കൊക്കെയിൻ, ഗഞ്ച, MDMA, സിന്തറ്റിക്സ്, മാത്ത് സിന്തറ്റിക്സ് വരെ എല്ലാം ഇന്ന് എവിടെയും ലഭിക്കും കേരളത്തിൽ. എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ശരിക്കും 25 വയസ്സുകാരനായ ആഷിഖ്, ഡ്രഗ്സ് അഡിക്റ്റഡ് ആയ ഒരു ചെക്കൻ, അവൻ പോലീസിനോട് പറയുക, ഞാൻ എൻ്റെ അമ്മേനെ കൊന്നത് എന്നെ പെറ്റതിന് വേണ്ടി, എന്നെ പ്രസവിച്ചതിന് വേണ്ടി ഞാൻ എൻ്റെ അമ്മേനെ കൊന്നു എന്ന്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നവർ, സ്മോക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ശരിക്കും നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക. ഡമുത്തെ വിഷമം കൊണ്ട് പറയുവാണ്, ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ലടാ. നീ നിന്നെ തന്നെ നശിപ്പിച്ച് കളയൂടാ. അമ്മയാര്, അനിയത്തിയാര്, ചേച്ചിയാര്, ഫ്രണ്ട്സാരെന്ന് പോലും മനസ്സിലാകത്തില്ലടാ. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും. നീ നശിപ്പിച്ച് കളയൂടാ നിന്നെ. ശരിക്കും പറയുക, നീ ചാനലൈസ് ഇടാ. നിനക്ക് പറ്റാത്ത എന്താ ഉള്ളത്? ഫുട്ബോൾ കളിക്കാൻ പോ, പിള്ളേരുടെ എൻജോയ് ചെയ്യും, ജിമ്മിന് പോ, ബോഡി ബിൽഡപ്പ് ചെയ്യും, ക്രിക്കറ്റ് കളിക്കുക, ആഘോഷിക്കടാ. ഡ്രഗ്സ് ഉപയോഗിക്കല്ലേ, ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കടാ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.